കൊതിക്കുന്ന ഒരു കൂട്ടം പറവകളുടെ ആവേശകരമായ ആ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മളിവിടെ ഒത്തുകൂടുകയായിരുന്നു. ഇന്ന് 2026 മെയ് 3 നമുക്ക് നമ്മുടെ ഗ്ലാൻസ് ലേണിംഗ് അക്കാഡമി കൊണ്ടുപോകുന്ന നമ്മുടെ ദിജന മാമിനെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള നിമിഷമാണ് ഇപ്പൊ നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത്. ഗ്ലാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്ച്വലി ഒരു 8 ഇയർ കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഞാൻ ആദ്യമേ ഈ ഒരു അതായത് ലേണിംഗ് എഡ്യൂക്കേഷൻ ഫോമിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, ഞാൻ പഠിച്ചു വളർന്ന ആ ഒരു സാഹചര്യത്തില് മറ്റുള്ളവര് ഒരിക്കലും അത്രയും അതായത് ഞാൻ ചെയ്യാത്ത ജോലികളില്ല. അപ്പോ ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്താണ് ഇത്രയും നിലയിൽ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ അതുപോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകള് നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് ഒന്നിൽ എന്നെ പോലെ തന്നെ അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടി പഠനം ഇഷ്ടപ്പെട്ടിട്ടും അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് പല എൻക്വയറിയിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, ഗ്ലാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 8 വർഷത്തോളം കഴിഞ്ഞ് നിൽക്കാണ്. വേലിയായിട്ടാ മതില് തിരിക്കാൻ, അതിര് തിരിക്കാൻ എന്തോ പറയില്ലേ, അതിലൊരു പച്ച ഷീറ്റ് ഇട്ടിട്ടാണ് അവര് കിടക്കുന്നത്, കുഞ്ഞു ബേബി ഉള്ളത്. അത്രയും സ്ട്രഗിൾ ചെയ്ത് അതിന്റെ ഫാമിലിയിൽ പല മാറ്റേഴ്സും ഉണ്ട്. ഇതിനൊക്കെ തരണം ചെയ്താണ് ആ കുട്ടി ഈ ഒരു അർഹത നേടിയിരിക്കുന്നത്. അപ്പോ അത്രയും സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അത് ഞാൻ പറയാൻ തീരെ താഴെ നിന്നും മേളിലേക്ക് വരെ നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസുകൾ ഉണ്ട്. പക്ഷെ അത്രയും പേര് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ബാച്ചും കൂടി കൂട്ടി 100 പേർക്ക് ഫ്രീ ആയിട്ട് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിജയം. വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഇങ്ങനെ സ്പോൺസർ ചെയ്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ നിൽക്കുന്ന സാധനം വലിയ പേയ്മെന്റ് ഒക്കെ ഉള്ള കാശൊക്കെ ഉള്ള വലിയ കുടുംബത്തിലായിരിക്കും. ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞു, ഞാൻ 8 വർഷത്തോളാണ് ഇത് നടത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും കിട്ടുന്ന അതായത് 36ഓളം കോഴ്സുകളാണ് നമുക്ക് ഗ്ലാൻസിലുള്ളത്. ഈ 36 കോഴ്സുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന പേയ്മെന്റുകൾ ഒരു ടീച്ചർ എന്ന രീതിയിൽ നമ്മൾ വേറെ ഒരാളെ നിർത്തുമ്പോൾ അതിന് പേയ്മെന്റ് കൊടുക്കണം അല്ലെ. പക്ഷെ ആ ഒരു പേയ്മെന്റ് പോലും ഞാൻ എടുക്കാതെ, ഈ 36 കോഴ്സ് ഞാനാ പഠിപ്പിക്കുന്നത്, അപ്പൊ ഞാൻ പോലും എടുക്കാതെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 3 മക്കളാണ് ഉള്ളത്. പക്ഷെ പല കാര്യങ്ങളും ഉണ്ട്. ഇതിലൊന്നും പൈസ എടുക്കാതെ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച, അതായത് എന്റെ എഫേർട്ടിൽ നിന്ന് തന്നെ മാറ്റിവെച്ച പേയ്മെന്റ് കൊണ്ടിട്ടാണ് 100 പേർക്കും ഫ്രീ കോഴ്സ് ആയിട്ട് എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. അപ്പോ നമ്മളുടെ ലക്ഷ്യം എന്താണോ, നമ്മൾ അധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, അതെല്ലാം നടക്കും എന്നുള്ളത് ഈ ഒരു നിമിഷം കൊണ്ട് എനിക്ക് മനസ്സിലായതാണ്, ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇപ്പോഴും നിൽക്കുമ്പോൾ ഞാൻ ഇത്രയും ദിവസം, അതായത് നമുക്ക് ഒരുപാട് കോൺവെക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്, അതിലെല്ലാം ഉപരി ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ മനസ്സിലെന്തോ ഒരു വിറയല് പോലെ നിൽക്കുന്ന ഒരു നിമിഷമാണിത്. കാരണം അതിനൊക്കെ പറഞ്ഞാൽ ഫീസ് കൊടുത്ത് പഠിച്ച് പോകുന്നു, അതിൽ വാല്യൂ ഉണ്ട്, ശരിയാണ്. പക്ഷെ ഇത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തൊരു സംഭവം മീൻസ് നിങ്ങൾക്ക് ഫ്രീ ആണ്, എനിക്ക് ഫ്രീ അല്ല, ഒരു ബോർഡും നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തൊന്നും പറഞ്ഞു തരില്ല. അപ്പോ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോ എനിക്ക് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരെയും പഠിപ്പിക്കാനായിട്ട് സാധിച്ചു. അത്രയും സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ല, അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴാണ്. ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു വീഡിയോ ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, അത് സർട്ടിഫിക്കറ്റ് വന്നത് തന്നെ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോയിരുന്നു. ഇത്രയും ആഗ്രഹിച്ചാണ് ഒരു ഫ്രീ കോഴ്സ് ഞാൻ കൊടുത്തത്. അപ്പോ ഇനി നമ്മുടെ 5ാമത്തെ ബാച്ച് മെയ് ലാസ്റ്റിന് ആരംഭിക്കുകയാണ്. അതും 20 സ്റ്റുഡൻസിനെയാണ് നമ്മളത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. കാരണം നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചാണല്ലോ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഓരോ ഇതിന് കിട്ടുന്ന അനുസരിച്ചാണ് ഞാൻ എനിക്ക് പോലും അല്ലെങ്കിൽ എൻ്റെ ഒരു ചെലവിനോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ നമ്മൾ ചെറിയൊരു പേയ്മെന്റ് മാറ്റി വെച്ചേക്കുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന വ്യക്തിയാണ്. എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് വരെയും ഓക്കെ അല്ല. പല സാഹചര്യങ്ങളിൽ നിന്നും മരണത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ നിന്നും തിരിച്ചു കയറി വന്ന ആളാണ്. എനിക്ക് ഇങ്ങനെ ഒരു ചിലപ്പോ പടച്ചാൻ കൊടുക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇതൊരു നിമിത്തം ആഗ്രഹം ഉണ്ടാവില്ല ചില ജീവിതത്തിൽ എന്തെങ്കിലും
ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കരുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ പാഴാക്കരുത്. ഞാനൊക്കെ ഞാൻ പറഞ്ഞു, ഞാനിവിടെ 36 കോഴ്സുകളും കൊടുക്കുന്നുണ്ട്. ഈ 36 കോഴ്സുകൾ കൊടുക്കുമ്പോഴും ഞാനൊക്കെ പഠിച്ച സമയത്ത് എന്റെ ഫാദർ പറയായിരുന്നു എല്ലാത്തിലോട്ട് കൈയിട്ട് വരണ ആളാണെന്ന്, പഠിക്കണ സമയത്ത്. കാരണം ഒന്നിനും മാത്രം ഞാൻ സ്റ്റേബിൾ ആയിട്ട് നിൽക്കില്ല, അത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തേക്കും. അപ്പൊ എല്ലാത്തിലോട്ടും ഈ കൈയിട്ട് വരണം എന്തിനാന്ന് എപ്പോഴും ചോദിക്കായിരുന്നു. പക്ഷെ ഇന്ന് അവര് അഭിമാനത്തോട് കൂടിയിട്ട്, ഞാൻ 10th കഴിഞ്ഞപ്പോ മാരേജ് കഴിഞ്ഞ ആളാണ്, അതിനുശേഷമാണ് ഞാൻ ഇത്രയും, അതായത് ഞാനൊരു BMS ഡോക്ടറാണ്, അതുപോലെ അക്യുപഞ്ചറിസ്റ്റ് ആണ്, ന്യൂട്രീഷനിസ്റ്റ് ആണ്, ഇന്റർനാഷണൽ യോഗ ട്രെയിനർ ആണ്, ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ ഹെന്ന ആർട്ടിസ്റ്റ് കോഴ്സ്, മെഹന്തി ടീച്ചർ ട്രെയിനിങ് കോഴ്സ്, പുസ്തകം പ്രസിദ്ധീകരിച്ച ഒരു വ്യക്തിയാണ്. പുതിയതായിട്ട് ഈ ഒരു കോഴ്സ് ലീഗലി കൊണ്ടുവന്നവര്, അതായത് നമ്മളിപ്പോ പല കോഴ്സുകളും കേൾക്കുന്നുണ്ട്, അത് ഒരിക്കലും ലീഗൽ കൊണ്ടുവരാതെ നമുക്ക് പറ്റില്ല, പഠിപ്പിക്കാൻ പറ്റില്ല. ലീഗലി നമ്മൾ ചെയ്ത് ഇതിന്റെ പവർ ഓഫ് അറ്റോമി എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊണ്ടുവന്ന, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മെഹന്തി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കൊണ്ടുവന്നതും അതിന്റെ ബുക്ക് പ്രസിദ്ധീകരിച്ചതും ആളാണ്. 2024 ഡോക്ടർ BR അംബേദ്കർ നാഷണൽ അവാർഡും ഐക്കൺ ഓഫ് ദി വുമൺ ഓഫ് ദ ഇയർ 2024 ആണോ 24 അവാർഡും എനിക്ക് ലഭിച്ചതാണ്. അപ്പോ ഇതൊക്കെ ഈ കഷ്ടപ്പാടിൽ നിന്ന് തന്നെയാണ് വന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടി പഠിക്കാതെ അല്ലെങ്കിൽ അടുക്കള ജോലികൾ ചെയ്ത് മാത്രം നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് വിവാഹ ജീവിതത്തിലും. ആ ടൈമിലും എനിക്ക് കരുത്തില്ലാതെ ഞാൻ മുന്നോട്ട് പോയില്ല എങ്കിൽ നിങ്ങൾ ആരും എന്നെ തിരിച്ചറിയില്ലായിരുന്നു, എനിക്ക് ഇതുപോലെ നിങ്ങളെ കാണാനും ഈ ഒരു നിമിഷവും എനിക്ക് കിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇത് നടക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ പാരന്റ്സ്, ഹസ്ബൻഡ്, കുട്ടികൾ, അവരെല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. പിന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഹസ്ബൻഡ് അവരോടാണ് പറയുന്നത്, ഇവര് വെറുതെ ഇരുത്തരുത്, ജോലി ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ, ആ സാഹചര്യത്തിലുള്ളവരാണെങ്കിൽ എന്തായാലും വീട്ടിലിരുന്നായാലും, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനൊക്കെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അങ്ങനെയോ പോയി ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അതായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. ഒരിക്കലും വെറുതെ ഒരു ഏണിങ്സ് എന്ന രീതിയിലും, അത് ചിലവരുണ്ട് അവളിപ്പോ ഏണിങ്സ് ചെയ്തിട്ട് എനിക്ക് ഞങ്ങളുടെ കുടുംബം കഴിയേണ്ട എന്ന് പലവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്നോട് തന്നെ സംസാരിച്ചിട്ടുണ്ട് പലവരും. പക്ഷെ ഏണിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബം നോക്കാൻ മാത്രമുള്ളതല്ല, അവരുടെ എന്തെങ്കിലും കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ സർപ്രൈസ് വരെയും കൊടുക്കുന്നത്, ഇപ്പൊ അതൊക്കെയാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. അതിനൊരു സന്തോഷം എന്ന് പറയുന്നത് വേറെ തന്നെയാ, നമ്മൾ കൊടുക്കുന്നതാണെങ്കിലും അവർ തരുന്നതാണെങ്കിലും ഇതൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് അവരിലേക്ക് എത്തുന്ന. അപ്പോ ഇതിലൊക്കെ എല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എവിടെയോ തുടങ്ങി എന്തൊക്കെയോ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. സോ എന്താ പറയാ, സന്തോഷം. എല്ലാവരെയും ഒരുപാട് ദൂരത്ത് നിന്ന് വന്നവരുണ്ട്, എവിടെയാ മലപ്പുറം, അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്, കണ്ണൂര് അല്ലേ, പിന്നെ ഈ സാധനം ഈ അടുത്താണ് ഇവിടെ തന്നെ. പിന്നെന്താ, അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ദൂരത്തുനിന്ന് വന്നവരുണ്ട്. സ്ഥലം പേരൊന്നും എനിക്കറിയില്ല, ഇപ്പോഴാണ് നിങ്ങൾ എല്ലാവരെയും ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടെന്ന് മാത്രം, ഇപ്പോഴാണ് എല്ലാവരെയും നേരിട്ട് കാണുന്നത്. പിന്നെ ലബീബ ഒരുപാട് വർഷമായിട്ട് കാണുന്നതാണ്, ഓൺലൈനിൽ മാത്രം പരിചയമുള്ളതാണ് ഞങ്ങള്, നേരിട്ട് യാതൊരു പരിചയമില്ല. ഒരുപാട് സന്തോഷം കാണാനായിട്ട് സാധിച്ചതില്. എനിക്ക് തോന്നുന്നു ലബീബ മെഹന്തി കോഴ്സിനാട്ടെ ജോയിൻ ചെയ്തതാണ് ഫസ്റ്റ്, പിന്നെ എന്നെ വിട്ട് പോയിട്ടില്ല. ഓക്കെ, പിന്നെ ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു കർമ്മമാണ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് തരിക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. 100 പേര് പാസ്സായി എന്നുള്ളത്, 100 എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ പ്രതീക്ഷയും ഓരോ വളർച്ചയുമാണ് ഈ 100 എന്ന കൗണ്ടിനെ ഞാൻ കാണുന്നത്. അപ്പൊ എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് ഇരിക്കുക. നിങ്ങളുടെ എല്ലാ എനർജിയും, നിങ്ങൾക്ക് എന്താണോ പഠിച്ചത് അതെല്ലാം നിങ്ങൾ പുറമേക്ക് എടുക്കാൻ നോക്കുക. ആക്ച്വലി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് മാത്രമല്ല, നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെയും ഒരു ഗ്രാജുവേഷൻ സെറമണി ഇതിൽ നടത്തിയിട്ടുണ്ട്. ഐ തിങ്ക് 2 പേരാണ് അതിൽ വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു, ഹൃദയ ആൻഡ്
എവിടെ വന്നില്ലേ? ഓക്കെ, അപ്പൊ രണ്ടുപേരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വന്നേക്കുന്നത്. ആക്ച്വലി ഡിസ്റ്റിങ്ഷനോട് കൂടിയിട്ടാണ് പാസ് ആയേക്കുന്നതും. ഒരുപാട് സന്തോഷം. നിങ്ങളും വെറുതെ നിൽക്കരുത്, ജോബിന് അപ്ലൈ ചെയ്യാം, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. കാരണം നമുക്ക് നവഡേയ്സ് അപ്ഡേഷൻസ് കുറെ ഹോസ്പിറ്റൽസിൽ വരാണ്. അതുകൊണ്ടിട്ട് കൃത്യമായിട്ട് നമ്മൾ അത് ഫോളോ ചെയ്താൽ മാത്രമാണ് അതിന്റെ ആ ഒരു നമ്മൾ പഠിച്ചതിന്റെയും ട്രെയിൻ ചെയ്തതിന്റെ ഒക്കെ ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അപ്പൊ വെറുതെ ഇരിക്കരുത്. പ്രത്യേകിച്ച് ടീച്ചേഴ്സിനോട്, നിങ്ങൾ ടീച്ചറാണ്, അതൊരു സാലറി ബേസ് മാത്രം നിങ്ങൾ വിചാരിക്കരുത്. ടീച്ചിങ് എന്ന് പറയുന്നത് പുതിയ ഭാവിയെ നമ്മൾ വളർത്തിക്കൊണ്ടുവരികയാണ്. അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു തെറ്റ് പറഞ്ഞു കൊടുത്താൽ ആ തെറ്റ് തന്നെയാണ് കുട്ടി ആവർത്തിക്കുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക. ഈ ടീച്ചിങ് എന്ന് പറഞ്ഞ ഒരിക്കലും അവസാനിക്കുന്നില്ല. നിങ്ങൾ ഓരോ ദിവസവും ഏത് ചാപ്റ്റേഴ്സ് ആണോ അല്ലെങ്കിൽ ഏത് ടോപ്പിക്സ് ആണോ എടുക്കുന്നത് അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ, റിസർച്ചുകൾ നടത്തിയതിനു ശേഷം മാത്രം കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കുക. കൂടുതലും വായനയിലൂടെയും മാത്രം കുട്ടികളെ പഠിപ്പിക്കരുത്. കളികളിലൂടെ മാത്രം കുട്ടികളെ മനസ്സിലാക്കി ഓരോ കുട്ടിയെയും മനസ്സറിഞ്ഞ് വേണം പഠിപ്പിക്കാനായിട്ട്. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. കാരണം കുട്ടികൾ പല ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. പല പാരന്റ്സിന്റെയും മക്കളായിരിക്കും. 10-30 പിള്ളേര് ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാകും. അപ്പൊ പല ജീനുകളാണ്, പല സ്വഭാവക്കാരാണ്. കൃത്യമായിട്ട് കുട്ടികളെ മനസ്സിലാക്കാം. കൃത്യമായിട്ട് നമ്മുടെ മക്കളെ നിങ്ങളുടെ മക്കളായിട്ട് തന്നെ കണ്ടിട്ട് വേണം പഠിപ്പിക്കാൻ. കുട്ടികളുടെ ഓരോ പെരുമാറ്റ രീതികളും സംസാര രീതികളും നമ്മൾ ഇന്ന് കറക്റ്റ് ചെയ്താൽ മാത്രമാണ് ഭാവിയിലേക്ക് ആ കുട്ടികൾ നല്ല രീതിയിൽ വരുള്ളൂ. പാരന്റ്സിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് വിചാരിക്കരുത്. ചില ടീച്ചേഴ്സ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് വേണമെങ്കിൽ വീട്ടിൽ നോക്കിക്കോളൂ എന്നുള്ളത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ബെസ്റ്റ് ടീച്ചർ അവാർഡ് കിട്ടിയ ആളാണ്. സോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടേതായിട്ടുള്ള ഉള്ളിൽ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, ഞാൻ എന്താന്നുള്ളത് നമുക്ക് ഉള്ളിൽ അറിയാൻ പറ്റും. ഒരിക്കലും ആ ഒരു ഇത് നമ്മൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന്റെ മുന്നിൽ ഒരിക്കലും അധ്യാപകർ അങ്ങനെ ആകരുത്. മക്കളെ നമ്മളുടെ മക്കളെ പോലെ തന്നെ കണക്കാക്കി എന്ത് മാറ്റം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ബാക്ക്വേർഡ് നിൽക്കുന്ന കുട്ടി, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, പഠിക്കുന്ന കുട്ടികളെയും ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളെയും മാത്രം നമ്മൾ ശ്രദ്ധിക്കരുത്. പഠിക്കാത്ത കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു ടീച്ചറിന്റെ വിജയം. പഠിക്കുന്ന കുട്ടികൾ എങ്ങനെ വേണമെങ്കിലും പഠിച്ചോളും. ഒന്ന് ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ പഠിക്കുന്ന ഒരു കുട്ടികളെ ഉണ്ടാകും. അപ്പൊ ആവാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.